ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ടെക്കീസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സി ലാംഗ്വേജിലെ അറേ, സ്ട്രിംഗ്, ഫംഗ്ഷൻ, പോയിന്റർ ആൻഡ് സ്ട്രക്ചർ ഈ കോൺസെപ്റ്റുകളെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം അറേ എന്താണെന്ന് നോക്കാം. ഒരേ ഡാറ്റ ടൈപ്പ് ഉള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതിനാണ് അറേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അറേ ഡിക്ലെയർ ചെയ്യുന്നത് ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ അറേ സൈസ്, സെമികോളൻ ഇങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ഇൻഡ് എ ഓഫ് 10. ഇനി അറേയുടെ റേഞ്ച് എങ്ങനെയാണെന്ന് നോക്കാം. 0 to size -1 ആണ് അറേയുടെ സൈസ്. അതായത് 0 മുതൽ നമ്മൾ കൊടുക്കുന്ന സൈസിൽ നിന്നും 1 കുറച്ചാ കിട്ടുന്നത് വരെ. ഇൻഡ് എ ഓഫ് 10 എന്നതിന്റെ സൈസ് 0 മുതൽ 9 വരെയാണ്. നമ്മൾ നൽകുന്ന 10ൽ നിന്നും 1 കുറച്ചത്. ഇനി അറേയുടെ ഇൻഡിവിജ്വൽ എലമെന്റ്സ് എന്താണെന്ന് നോക്കാം. ഇൻഡ് എ ഓഫ് 10 എന്ന അറേയുടെ ഇൻഡിവിജ്വൽ എലമെന്റ്സ് ആണ് എ ഓഫ് 0, എ ഓഫ് 1, എ ഓഫ് 2 അപ് ടു എ ഓഫ് 9. അടുത്തത് സ്ട്രിംഗ്. സ്ട്രിംഗ് എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സിന്റെ ഒരു ശ്രേണിയെ ഒറ്റ യൂണിറ്റ് ആക്കിയതാണ്. ഡബിൾ കോട്ട്സിനുള്ളിൽ എഴുതുന്ന ക്യാരക്ടേഴ്സിന്റെ ഗ്രൂപ്പിനെയാണ് സ്ട്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡബിൾ കോട്ട്സിനുള്ളിൽ എഴുതിയ ഹലോ. ഒരു സ്ട്രിംഗ് ഡിക്ലെയർ ചെയ്യുന്നത് ക്യാരക്ടർ, വേരിയബിൾ നെയിം, ബ്രാക്കറ്റിനുള്ളിൽ സൈസ്, സെമികോളൻ ഇങ്ങനെയാണ്. എക്സാമ്പിൾ ക്യാർ CH ഓഫ് 10. ക്യാർ എന്നത് ക്യാരക്ടറിന്റെ ഡാറ്റ ടൈപ്പും CH എന്നത് വേരിയബിൾ നെയിമും 10 എന്നത് സ്ട്രിംഗിന്റെ സൈസുമാണ്. ഒരു സ്ട്രിംഗ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാ സ്ട്രിംഗിന്റെ അവസാനവും ഒരു നൾ ക്യാരക്ടർ ഉണ്ടായിരിക്കും. ഈ നൾ ക്യാരക്ടർ കമ്പൈലർ ഓട്ടോമാറ്റിക് ആയി നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ അറേയുടെ സൈസ് അറേയിലെ ക്യാരക്ടേഴ്സിന്റെ നമ്പറിന് തുല്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ ക്യാർ സിറ്റി ഓഫ് 4 ഈക്വൽ ടു EKM. സിറ്റി എന്ന സ്ട്രിംഗിനുള്ളിൽ EKM എന്ന 3 ക്യാരക്ടറാണ് നൽകിയത്. സ്ട്രിംഗിന്റെ സൈസ് 0 മുതലായതിനാൽ നൾ ക്യാരക്ടർ കൂടി ഉൾപ്പെടുത്തുമ്പോൾ സൈസ് 3 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൊടുത്ത ക്യാരക്ടറിന്റെ സൈസും സ്ട്രിംഗിന്റെ സൈസും സെയിം ആവുന്നത്. ഇനി സ്ട്രിംഗ് എങ്ങനെ റീഡ് ചെയ്യുന്നു എന്ന് നോക്കാം. 2 ഫങ്ഷൻസ് ആണ് സ്ട്രിംഗ് റീഡ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്കാൻഎഫ്. ഇവിടെ CH എന്നൊരു സ്ട്രിംഗ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് സ്കാൻഎഫ് ഉപയോഗിച്ച് റീഡ് ചെയ്യുന്നതിനായി സ്കാൻഎഫ് ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സിൽ %s, %CH, സെമികോളൻ. %s ഉപയോഗിക്കുന്നത് ഡാറ്റ ടൈപ്പ് സ്ട്രിംഗ് ആയതുകൊണ്ടാണ്. 2, ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ ആണ് അടുത്തതായി സ്ട്രിംഗ് റീഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. CH എന്ന സ്ട്രിംഗിലേക്ക് വാല്യൂ റീഡ് ചെയ്യുന്നതിനായി ഗെറ്റ്സ് ബ്രാക്കറ്റിനുള്ളിൽ ജസ്റ്റ് സ്ട്രിംഗിന്റെ വേരിയബിൾ നെയിം മാത്രം കൊടുത്താൽ മതി. ഇനി സ്ട്രിംഗ് റൈറ്റ് ചെയ്യുന്നതിനായി printf, puts എന്ന 2 ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 2 ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന രീതിയാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ഈ സ്ട്രിംഗ് മാനിപ്പുലേഷന് വേണ്ടി നമ്മൾ ഒരുപാട് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രിംഗ് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ strcat എന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രിംഗ് കമ്പയർ ചെയ്യാൻ strcmp, സ്ട്രിംഗ് കോപ്പി ചെയ്യാൻ strcpy, സ്ട്രിംഗിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ strlen, സ്ട്രിംഗ് അപ്പർ കേസ് ആക്കുവാൻ strupr, സ്ട്രിംഗ് ലോവർ കേസ് ആക്കുവാൻ strlwr, സ്ട്രിംഗ് റിവേഴ്സിന് വേണ്ടി strrav എന്ന ഫംഗ്ഷനുമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 2 ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. സ്ട്രിംഗിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനും 2 സ്ട്രിംഗിനെ കോൺകാറ്റിനേറ്റ് ചെയ്യിക്കാനും. സ്ട്രിംഗിന്റെ ലെങ്ത് കാണാൻ ജസ്റ്റ് സ്ട്രിംഗ് ഫംഗ്ഷനുള്ളിൽ നമ്മുടെ സ്ട്രിംഗ് വേരിയബിൾ കൊടുത്താൽ മതി. സ്ട്രിംഗ് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ സ്ട്രിംഗ് ഫംഗ്ഷനുള്ളിൽ 2 സ്ട്രിംഗിന്റെ വേരിയബിൾ നെയിം നൽകുക. ഈ എക്സാമ്പിളിൽ CH1ഉം CH2ഉം 2 സ്ട്രിംഗ് ആണ്. ഒന്നിൽ ഹലോ എന്ന വേർഡും അടുത്തതിൽ വേൾഡ് എന്ന വേർഡുമാണ് ഉള്ളത്. ഈ 2 സ്ട്രിംഗും കോൺകാറ്റിനേറ്റ് ചെയ്യാൻ strcat എന്ന ഫംഗ്ഷനുള്ളിൽ CH1, CH2 എന്ന് 2 സ്ട്രിംഗ് വേരിയബിളും നൽകിയിട്ടുണ്ട്. സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ നടന്നു കഴിഞ്ഞ് ഔട്ട്പുട്ട് ഫംഗ്ഷനുള്ളിൽ ആദ്യം നൽകിയ വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യുക. അതുകൊണ്ടാണ് printfനുള്ളിൽ ആദ്യത്തെ സ്ട്രിംഗ് വേരിയബിൾ പ്രിന്റ് ചെയ്യാൻ നൽകിയിട്ടുള്ളത്. ഇനി ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് നമ്മൾ യൂസ് ചെയ്ത വേർഡാണ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്താണെന്ന് ചെറുതായി നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഇനി അത് ഡീപ്പായി നോക്കാം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടാസ്ക് ചെയ്യുന്നതിനുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ C പ്രോഗ്രാമിലും മിനിമം ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമെന്നും അത് മെയിൻ ഫംഗ്ഷൻ ആണെന്നും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ
ആ ഫംഗ്ഷന്റെ നെയിമും അതിന്റെ റിട്ടേൺ ടൈപ്പും പാരാമീറ്റേഴ്സും കമ്പൈലറിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ് ഫംഗ്ഷന്റെ ബോഡി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷന്റെ നെയിം, പരാന്തസിസിനുള്ളിൽ പാരാമീറ്റേഴ്സ്, കേർലി ബ്രേസിനുള്ളിൽ ഫംഗ്ഷന്റെ ബോഡി, ഇങ്ങനെയാണ്. റിട്ടേൺ ടൈപ്പ് എന്നാൽ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂയുടെ ടൈപ്പാണ്. എല്ലാ ഫംഗ്ഷനും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ വോയിഡ് എന്ന കീവേഡാണ് യൂസ് ചെയ്യുക. ഫംഗ്ഷന്റെ നെയിം ആണ് ഫംഗ്ഷൻ നെയിം. ഫംഗ്ഷനിലേക്ക് ഒരു വാല്യൂ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ അത് പാരാമീറ്റർ ആയിട്ടാണ് നൽകുന്നത്. ഒരു ഫംഗ്ഷന് പാരാമീറ്റർ വേണമെന്ന് നിർബന്ധമില്ല. ഫംഗ്ഷൻ ബോഡി എന്ന പാർട്ടിൽ ഫംഗ്ഷൻ എന്തിനാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വെക്കുക. ഒരു ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ് സ്ക്രീനിലുള്ളത്. ആദ്യം നമ്മൾ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു. ഹെലോ എന്ന ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞ് മെയിൻ ഫംഗ്ഷനും അതിനുള്ളിൽ ഹെലോ എന്ന ഫംഗ്ഷനും കോൾ ചെയ്തു. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കൺട്രോളർ മെയിൻ ഫംഗ്ഷൻ വിട്ട് കോൾ ചെയ്ത ഫംഗ്ഷനിലേക്ക്, അതായത് ഹെലോ എന്ന ഫംഗ്ഷനിലേക്ക് പോകും. ഈ ഫംഗ്ഷനിൽ നമ്മൾ പ്രിന്റ് ചെയ്ത ഹെലോ വേൾഡ് ഔട്ട്പുട്ടായി ലഭിക്കുകയും ചെയ്യും. ഇനി ഫംഗ്ഷന്റെ ടൈപ്സ് എന്താണെന്ന് നോക്കാം. 2 ടൈപ്പ് ഫംഗ്ഷനെ പറ്റിയാണ് മെയിൻ ആയി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും ലൈബ്രറി ഫംഗ്ഷനും. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യൂസറുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. ലൈബ്രറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സി പ്രോഗ്രാമിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. പ്രിന്റ്എഫ്, സ്കാൻഎഫ്, strlen പോലുള്ളതെല്ലാം ലൈബ്രറി ഫംഗ്ഷൻസ് ആണ്. ഇനി സി ലാംഗ്വേജിലെ പോയിന്റർ എന്താണെന്ന് നോക്കാം. പോയിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ സി ലാംഗ്വേജിലെ ഒരു സ്പെഷ്യൽ വേരിയബിൾ ആണ്. അത് യൂസ് ചെയ്യുന്നത് മറ്റൊരു വേരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നതിനാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പോയിന്റേഴ്സിൽ മറ്റൊരു വേരിയബിളിന്റെ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്, വാല്യൂ അല്ല. പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്നത് ഡാറ്റ ടൈപ്പ്, ആസ്റ്ററിക് സിമ്പിൾ, വേരിയബിൾ നെയിം, സെമികോളൻ, ഇങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ഇന്റ് സ്റ്റാർ എ. പോയിന്റേഴ്സിന് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ പി എന്നൊരു പോയിന്റർ വേരിയബിളും നം എന്നൊരു സാധാരണ വേരിയബിളും ക്രിയേറ്റ് ചെയ്തു. നം എന്ന വേരിയബിളിലേക്ക് നമ്മൾ 50 എന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത ലൈനിൽ പി എന്ന പോയിന്റർ വേരിയബിളിലേക്ക് നം എന്ന വേരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്ത് കൊടുത്തു. ആംപർസൻഡ് നം ഉപയോഗിച്ചാണ് അഡ്രസ് പി എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തത്. അടുത്ത ലൈനിൽ നമ്മൾ പോയിന്റർ വേരിയബിളിലെ അഡ്രസ് പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് പോയിന്റർ വേരിയബിളിലെ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ്എഫിൽ സ്റ്റാർ പി എന്ന് കൊടുത്താൽ മതി. ഇനി സ്ട്രക്ചർ. നമുക്ക് പലപ്പോഴും വ്യത്യസ്ത ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരും. അങ്ങനെയുള്ളപ്പോഴാണ് സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചർ എന്നതൊരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഇതിൽ നമുക്ക് വ്യത്യസ്ത ഡാറ്റ ടൈപ്പിലുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാവുന്നതാണ്. സ്ട്രക്ചറിന്റെ സിന്റാക്സ് സ്ട്രക്ട്, സ്ട്രക്ചർ നെയിം, കേർലി ബ്രേസിനുള്ളിൽ ഡാറ്റ ടൈപ്പ്, മെമ്പർ നെയിം 1, ഡാറ്റ ടൈപ്പ്, മെമ്പർ നെയിം 2, ഇങ്ങനെ എത്ര വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. സ്ട്രക്ചറിന് ഒരു എക്സാമ്പിൾ ആണ് സ്ക്രീനിലുള്ളത്. ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഒരു ബുക്കിന്റെ ടൈറ്റിൽ, ഓതർ, പ്രൈസ്, പേജ് ഇവയാണ് കൺസിഡർ ചെയ്യുന്നത്. സ്ട്രക്ട് ബുക്ക്, കേർലി ബ്രേസിനുള്ളിൽ ക്യാരക്ടറായി ടൈറ്റിലും ഓതറും കൊടുത്തു, പ്രൈസ് ഫ്ലോട്ടായും പേജ് ഇൻഡായും നൽകി, അവസാനം എസ് എന്നൊരു വേരിയബിളും നൽകി, സെമികോളനും റൈറ്റ് ചെയ്തു. ഇനി നമുക്ക് ബുക്ക് എന്ന സ്ട്രക്ചറിനെ എസ് എന്ന വേരിയബിൾ വെച്ച് ആക്സസ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് റീഡ് ചെയ്യുമ്പോഴും റൈറ്റ് ചെയ്യുമ്പോഴും എസ് ഡോട്ട് ടൈറ്റിൽ, എസ് ഡോട്ട് ഓതർ, എസ് ഡോട്ട് പ്രൈസ്, എസ് ഡോട്ട് പേജ് ഇങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.